ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം, അതായത് 2024 ആദ്യത്തെ മാസമായ ജാനുവരിയിൽ വാഹന നിർമ്മാണ കമ്പനികൾക്ക് വന്നിരിക്കുന്ന സെയിൽസിനെ പറ്റിയാണ്. ഇവിടെ ഇപ്പം 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ജീപ്പാണ്. ജീപ്പിന് കഴിഞ്ഞ മാസം, അതായത് ജാനുവരിയിൽ 396 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. അതേസമയം നമ്മളിതിനെ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് 2023 ലാസ്റ്റ് മാസമായ ഡിസംബറിൻ്റെ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 436 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസ് ജീപ്പിന് കഴിഞ്ഞതിന് മുന്നത്തെ മാസം ലഭിച്ചായിരുന്നു. അതായത് 40 വാഹനങ്ങളുടെ വ്യത്യാസവും 9.17% ഡീഗ്രോത്ത് റേറ്റും ഇവിടെ ജീപ്പിന് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 14 കമ്പനികളുള്ളതിൽ 4 കമ്പനികൾക്ക് ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ജീപ്പാണെന്ന് പറയും. പക്ഷെ എന്നാൽ പോലും സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ പോറായിട്ടാണ് അവരിപ്പോഴും പെർഫോം ചെയ്തിരിക്കുന്നത്. ഇനിയും പുതിയ വണ്ടികൾ വരേണ്ട സമയമായി. അതുപോലെ തന്നെ 13th പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൽ വരുന്ന രണ്ടാമത്തെ കമ്പനിയാണ്, ഇതാണ് സെട്രോയിൻ. സെട്രോയിനും കഴിഞ്ഞ മാസം 650 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഇവരെന്ത് മായാജാലമാണ് കാണിക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഡിസംബർ 2023 ജാനുവരി 2024 സെയിം 650 വണ്ടികളുടെ സെയിൽസ് തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് വ്യത്യാസവും ഇല്ല, ഗ്രോത്ത് പെർസെൻറ്റേജും ഇല്ല. ഞാൻ സാധാരണ ഇങ്ങനെ വളരെ പ്രിസിഷനോടുകൂടി വണ്ടികൾ വിൽക്കുന്ന കമ്പനികളെ കണ്ടിട്ടില്ല, അതും ഒരു വണ്ടി പോലും വ്യത്യാസമില്ലാതെ. എന്തായാലും ഇവർക്കും C3 എയർട്രോസ് ഇറക്കിയതിന് ശേഷം സെയിൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര വലിയ ഗ്രോത്ത് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടികളിൽ ഫീച്ചേഴ്സ് കൊടുക്കാത്തതാണ്. ഓട്ടോമാറ്റിക് അവർ ഈ അടുത്ത് C3 എയർട്രോസിൽ കൊടുത്തു. ഇനിയിപ്പോൾ ഫീച്ചേഴ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. അതുപോലെ അടുത്തതായി 12th പൊസിഷനിൽ നിൽക്കുന്ന സ്കോഡയാണ്. സ്കോഡയ്ക്ക് കഴിഞ്ഞ മാസം 2377 വണ്ടികൾ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ കാര്യത്തിൽ കുറച്ച് കഷ്ടമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ 4670 വണ്ടികളുടെ സെയിൽസ് ഡിസംബറിൽ ഇവർക്ക് കിട്ടിയതായിരുന്നു. 2293 വണ്ടികളുടെ വ്യത്യാസവും 49.1% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഹൈ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് സ്കോഡയ്ക്കാണ്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഇരട്ടിയുടെ സെയിൽസ് വന്നതാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും കുറച്ച് മോശമായി പോയി. അതുപോലെ തന്നെ ഫോക്സ്വാഗൻ്റെ അവസ്ഥയും. പക്ഷേ അടുത്തത് നിസാനാണ് 11th പൊസിഷനിൽ നിൽക്കുന്നത്. ഫോക്സ്വാഗൻ്റെയും സ്കോഡയുടെ ഇടയിൽ നിസാൻ വന്നു. 2863 വണ്ടികളുടെ സെയിൽസാണ് നിസാന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചത്. 2150 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഡിസംബറിൽ കിട്ടിയത്. എന്ന് വെച്ചാൽ 713 വണ്ടികളുടെ വ്യത്യാസവും 33.16% ഗ്രോത്ത് പെർസെൻറ്റേജും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ഗ്രോത്ത് പെർസെൻറ്റേജ് തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. പിന്നെ നിസാൻ ഇപ്പോൾ ആകെ മാഗ്നൈറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നമുക്കങ്ങനെ മേജറായിട്ട് കാണാൻ പറ്റുന്നുമില്ല. അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോക്സ്വാഗൻ ആണ്. ഫോക്സ്വാഗന് കഴിഞ്ഞ മാസം 3267 വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്കോഡ വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്റ്റിൽ 900 വണ്ടികളുടെ അടുത്ത് ഇവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. എന്നാലും ഡിസംബറിൽ 4930 വണ്ടികളുടെ സെയിൽസ് കിട്ടിയ കമ്പനിയാണ്. 1663 വണ്ടികളുടെ വ്യത്യാസവും 33.7% ഡീഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് ഫോക്സ്വാഗന് വന്നിരിക്കുന്നത്. എഗെയിൻ ഇതിപ്പം സെയിൽസ് വൈസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ മാസം വളരെ കുറവാണ് വന്നിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ പൊതുവെ ഇപ്പോൾ ഇവരുടെ സെയിൽസ് അത്ര കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. നമ്മളിപ്പം ഡിസംബറിൽ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കിയാൽ തന്നെ 10,000-നടുത്ത് എത്തുന്നുണ്ട്. അത് വളരെ മോശമല്ലാത്ത ഫിഗർ ആണെന്ന് പറയും. പ്രത്യേകിച്ച് 2 വണ്ടികളും ഒരേ കമ്പനിയിൽ തന്നെയാണ്, അതായത് ഒരേ ഫാക്ടറിയിൽ തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിവേ ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന MG ആണ്. MGക്ക് കഴിഞ്ഞ മാസം 3825 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 4400 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഡിസംബറിൽ കിട്ടിയത്. എന്ന് വെച്ചാൽ 575 വാഹനങ്ങളുടെ വ്യത്യാസവും 13.07% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ കൂട്ടത്തിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി എന്നും പറയാം. MG പക്ഷേ എന്തായാലും പണ്ടത്തെ സെയിൽസ് ഒക്കെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് പിടിച്ച് കയറി വരുന്നുണ്ട്. അത് അവരുടെ വണ്ടികളുടെ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനാണ് എന്ന് പറയാം. നല്ല വണ്ടികളാണ് MG ഇറക്കുന്നത്. കുറേയൊക്കെ ഫീച്ചേഴ്സും ഒക്കെ വെച്ചാണ് ഇറക്കുന്നത്. പക്ഷേ അഗെയിൻ ഒരു ഡ്രൈവിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വണ്ടികളല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും ആ ഒരു സംഭവം അല്ലല്ലോ വേണ്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത കമ്പനി റെനോ ആണ് 8th പൊസിഷനിൽ നിൽക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ മാസം 3826 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. ഡിസംബറിൽ വളരെ കുറവായിരുന്നു. 1988 വണ്ടികളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1838 വണ്ടികളുടെ വ്യത്യാസവും 92.45% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന റെനോയ്ക്കാണ് എന്ന് തന്നെ പറയാം. റെനോയ്ക്ക് ഇപ്പോൾ മെയിനായിട്ട് വണ്ടികളൊന്നുമില്ല. ക്വിഡും കൈഗറും ഡ്രൈവറും ആണ് അവർക്ക് ആകെയുള്ള 3 തുറുപ്പ് ചീട്ടെന്ന് പറയാം. ഇനിയിപ്പം പുതിയ വണ്ടികൾ വരാനിരിക്കുന്നുണ്ട്. നിസാനും റെനോയ്ക്കും വരുന്നുണ്ട്. അത് 2025 ആകുമ്പം അവരുടെ ആദ്യം ഡസ്റ്റർ വരും, 2 വണ്ടികളുടെയും കൂടെ. അതായത് ഡസ്റ്റർ റെനോയ്ക്കും നിസാൻ അതിൻ്റെ തന്നെ റീബാസ്റ്റ് മോഡൽ പോലെ വരും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ 7 സീറ്റർ അങ്ങനെ കുറേ വണ്ടികൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഹോണ്ടയാണ്. ജാനുവരിയിൽ ഹോണ്ടയ്ക്ക് 8681 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ ഡിസംബറിൽ 7902 വണ്ടികളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 779 വണ്ടികളുടെ വ്യത്യാസവും 9.86% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ വലിയ കുഴപ്പമില്ലാത്ത സെയിൽ എന്ന് പറയാം. പക്ഷെ എന്നാലും എലവേറ്റൊക്കെ വന്നതിന് ശേഷം ഹോണ്ടയുടെ സെയിൽസ് തീർച്ചയായും 10,000-നടുത്തെങ്കിലും നിൽക്കുകയാണെങ്കിലേ നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ എലവേറ്റൊക്കെ വരുന്നതിന് മുമ്പ് അവരുടെ സെഡാൻസ് വെച്ചും അവർ ഏകദേശം 6000 to 8000-നിടയിലൊക്കെ സെയിൽ പിടിക്കുന്നുണ്ടായിരുന്നു.
ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം 23,197 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഡിസംബറിൽ 21,372 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. അതായത് 1,825 വണ്ടികളുടെ വ്യത്യാസവും 8.54% ഗ്രോത്ത് റേറ്റുമാണ് ടൊയോട്ടയ്ക്ക് വന്നിരിക്കുന്നത്. എഗെയിൻ അത്യാവശ്യം നല്ല സെയിൽസാണ് എന്ന് പറയും, കുറ്റം പറയാനൊന്നുമില്ല ഇവിടെ. 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. കിയയ്ക്ക് കഴിഞ്ഞ മാസം 23,769 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഡിസംബറിൽ 12,536 വണ്ടികളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 11,233 വണ്ടികളുടെ വ്യത്യാസവും 89.61% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി കിയ ആണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഡിസംബറിൽ നോർമലി ഇയർ ഉണ്ടായതുകൊണ്ട് കമ്പനികൾ പ്രൊഡക്ഷൻ കുറയ്ക്കും, പക്ഷേ കിയ കുറച്ചധികം പ്രൊഡക്ഷൻ കുറച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ 12,000 റേഞ്ചിൽ നിന്ന് 23,000 റേഞ്ചിലേക്ക് വരില്ല. ആക്ച്വലി കിയയ്ക്ക് ഡിസംബറിന് മുമ്പൊക്കെ 20,000 അതിന് മുകളിലായിട്ടൊക്കെ സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും പുതിയ വർഷമായപ്പം അവർ വീണ്ടും സെയിൽസിൻ്റെ കാര്യത്തിൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 43,068 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 35,171 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഡിസംബറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവൻ നമ്മൾ ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ജാനുവരി 2023 33,000 സെയിൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ എങ്ങനെ നോക്കിയാലും ഗെയിൻ തന്നെയാണ് മഹീന്ദ്രയ്ക്ക് വന്നിരിക്കുന്നത്. മന്ത് ഓൺ മന്തിൽ വ്യത്യാസം 7,897 വണ്ടികളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 22.45% ആണ്. ഏതായാലും മഹീന്ദ്ര സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇൻഫാക്ട് 2023 ഡിസംബറിൽ വന്ന ടാറ്റയുടെ സെയിൽസാണ് മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ 2024 ജാനുവരിയിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ മഹീന്ദ്ര ടാറ്റയുടെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞ പോലെ അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടാറ്റയാണ്. ടാറ്റയ്ക്ക് ജാനുവരിയിൽ 53,635 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഡിസംബറിൽ 43,471 വണ്ടികളുടെ സെയിൽസും ആയിരുന്നു കിട്ടിയത്. എന്ന് വെച്ചാൽ 10,164 വണ്ടികളുടെ വ്യത്യാസമാണ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്നത്. 23.38% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. എഗെയിൻ ടാറ്റയ്ക്ക് ഇനിയിപ്പോൾ ഈ വർഷം ഒരുപാട് പുതിയ EVകളും അതുപോലെ പുതിയ കർവൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസ് ഇനിയും അവർക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. 55 to 60 അടുത്ത് വരെയൊക്കെ മിക്കവാറും ഈ വർഷം പോകും എന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്ക് കഴിഞ്ഞ മാസം 57,115 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ ഡിസംബറിൽ 42,750 വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2023 ഡിസംബറിൽ ടാറ്റ ആയിരുന്നു 2nd പൊസിഷനിൽ നിന്ന്, ഹ്യുണ്ടായി 3rd ആയിരുന്നു. ഏതായാലും പുതിയ വർഷത്തിൽ ഹ്യുണ്ടായി വീണ്ടും 2nd പൊസിഷൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആൻഡ് വ്യത്യാസം 14,365 വണ്ടികളുടെയാണ് മന്ത് ഓൺ മന്ത് ബേസിൽ. 33.6% ആണ് ഹ്യുണ്ടായിക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. ഇനി നമ്പർ 1 ദി അൺഡിസ്പ്യൂട്ടഡ് കിങ് മാരുതി സുസുക്കി തന്നെ. കഴിഞ്ഞ മാസം 1,66,802 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഡിസംബറിൽ ഇവരും പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലോണം കുറച്ചായിരുന്നു. 1,04,778 വണ്ടികളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 62,024 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ 62,000 വണ്ടികളുടെ വ്യത്യാസം നമ്മൾ ഈവൻ 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും സെയിൽസ് ഇവർക്ക് വന്നിട്ടില്ല. പക്ഷേ മാരുതിക്ക് ജസ്റ്റ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന വണ്ടികളുടെ സെയിൽസിൻ്റെ വ്യത്യാസമാണ് 62,000 അടുത്ത് നിൽക്കുന്നത്. 59.2% ആണ് ഗ്രോത്ത് റേറ്റ്. അത് നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 3rd പൊസിഷനിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് മാരുതി സുസുക്കിക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് ലഭിച്ച കമ്പനികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.